കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒരു മാസക്കാലമായി തുടരുന്ന സമരം വീണ്ടും ശക്തമാക്കാൻ SFI തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം VC-ക്കെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ 4 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരു സംഘം വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും കയ്യേറ്റം ചെയ്തുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആരോപിച്ചു വൈസ് ചാൻസലർ സിസ തോമസ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട് നമുക്ക് കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. അപ്പോൾ ശ്രീജിത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ശ്രീജിത്ത്, ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി. സിസ തോമസ് നിലപാടിൽ നിന്നും മാറ്റമില്ല. ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരെ പ്രാഥമികമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു, അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു, ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നിന്നും ഒന്നും സിസ തോമസ് തളരുന്നില്ല. വീണ്ടും ഈ SFIക്കെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണോ വീണ്ടും തീരുമാനം? SFIയുടെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് ശ്രീജ, ഗുഡ് മോർണിംഗ് രാജേഷ്. നിലവിൽ സമരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളുടെ തുടർച്ചയാണ് കൊച്ചിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. കാലടി സംസ്കൃത സർവകലാശാല, അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദമെല്ലാം നമ്മൾ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട 4 പേര് റിമാൻഡിലായിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈസ് ചാൻസലർ സിസ തോമസിൻ്റെ വാഹനം തടയുകയും കൂടെയുള്ളവരെ, അവരുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു, കൂടെയുള്ളവരെ കയ്യേറ്റം ചെയ്തു. ഇങ്ങനെ വിവിധ പരാതികളിന്മേലാണ് പരാതി ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സിൻഡിക്കേറ്റിനൊക്കെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് റിമാൻഡിൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അടിസ്ഥാനപരമായ സൗകര്യക്കുറവാണ്. നിലവിൽ UDF സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എടുക്കുന്ന ഒരു നിലപാട് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിരുന്ന കാര്യമാണ്. ഇന്നലെ പൊട്ടിമുളച്ച ഒരു വിവാദമല്ല. അതിൻ്റെ പേരിൽ അനാവശ്യമായി UDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കമാണ് SFI നടത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഉന്നയിക്കുന്നത് ഈ കഴിഞ്ഞ അടിയന്തരമായി ഉണ്ടായ ഒരു വിഷയമല്ല. ക്യാമ്പസിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ, സർട്ടിഫിക്കറ്റ് വൈകുന്നു, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ശോചനീയാവസ്ഥ, ഇങ്ങനെ വിവിധ സ്വാഭാവികമായും കോളേജുകളിൽ കാലങ്ങളായി ഉണ്ടായ ചില ആവശ്യങ്ങളുടെ പേരിലാണ് ഈ ഒരു സമരമെല്ലാം നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി നടന്ന സമരത്തിന് പ്രത്യേകിച്ചൊരു ശ്രദ്ധ കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ആ സമരം ഒന്ന് ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 4 പേർ റിമാൻഡിലായിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ശവമഞ്ച വിവാദമൊക്കെ ഉണ്ടായിരുന്നത്. അത് വന്ന വാർത്ത അതിനകത്ത് തെറ്റുകളുണ്ട്. അത് തങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ശോചനീയാവസ്ഥ ഉയർത്തിക്കാട്ടിയാണ് ശവമഞ്ചം ഒരുക്കിയതെന്ന് വിദ്യാർത്ഥികൾ പറയുമ്പോൾ, അത് പുറത്ത് വന്ന വാർത്തകൾ ഈ വൈസ് ചാൻസലറിൻ്റെ ശവമഞ്ചം ഒരുക്കിയെന്നുള്ളത് ഇതെന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു വിവാദം നേരത്തെ കൊടുമ്പിരിക്കൊണ്ടിരുന്നു. എന്തായാലും കാലടി സർവകലാശാലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും സമരം കൂടുതൽ ശക്തമാക്കുകയും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ സർക്കാരിലെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ കാലടിയിലെ ഒരു നീക്കം SFI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജ.